അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഡോമിനാർ 400 UGയുടെ ഒപ്പമാണ്. UG എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ ഫസ്റ്റ് സർവീസ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡോമിനാർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, അപ്പോൾ ഡോമിനാർ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് വണ്ടിക്ക് വന്ന മേജർ ചേഞ്ചസ് എന്താണ്? ബൈക്കിൻ്റെ സർവീസ് കോസ്റ്റ് എത്ര, ബൈക്കിൻ്റെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റും EMI എത്ര, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ ബൈക്കിൻ്റെ മൈലേജ് എത്ര. ഇപ്പോൾ ഡോമിനാർ ഉപയോഗിക്കുന്ന ഓണേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചെറിയൊരു ഫീഡ്ബാക്ക് എടുത്തു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കോമൺ ഒപ്പീനിയൻ മൈലേജായിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് വന്ന മേജർ ചേഞ്ചസ് ആണ് മെയിൻ കൺസോളിൽ അഡീഷണൽ ആയിട്ട് വന്ന ഗിയർ ഇൻഡിക്കേഷൻ. അപ്പോൾ ഇതിനു മുമ്പ് ബൈക്കിന് ഗിയർ ഇൻഡിക്കേറ്റർ സെക്കൻഡറി കൺസോളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഫീഡ്ബാക്കാണ് റൈഡറിന് ഗിയർ ഇൻഡിക്കേറ്റർ കാണണമെങ്കിൽ അല്പം തല താഴ്ത്തി വേണം നോക്കാമെന്ന്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ റോട്ടിൽ നിന്ന് കുറച്ച് ശ്രദ്ധ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബജാജ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കാര്യമായിട്ട് തന്നെ എടുത്തു. ഇപ്പോൾ പ്രൈമറി കൺസോളിലും സെക്കൻഡറി കൺസോളിലും ഗിയർ ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടിയിലെല്ലാം ഈ അപ്ഡേഷൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഈ അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഇത് ചെയ്തു തരുന്നതായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ മീറ്റർ മാറ്റി വയ്ക്കലോ അതെയോ ECU അപ്ഡേഷൻ ഒന്നും അല്ല. ഇപ്പോൾ അഡീഷണൽ ആയിട്ടൊരു സംഭവം മീറ്ററിലേക്ക് ഫീഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഗിയർ ഇൻഡിക്കേഷൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം മോഡ് ബട്ടൺ ഉപയോഗിച്ച് ട്രിപ്പിൽ നിന്ന് നമ്മൾ നേരെ ഓഡോ സെലക്ട് ചെയ്യുക. ഓഡോ സെലക്ട് ചെയ്താൽ മാത്രം നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ കാണാൻ പറ്റില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ സെറ്റ് ബട്ടണും കൂടി ഞെക്കിയാൽ മാത്രമാണ് പ്രൈമറി കൺസോളിൽ ഗിയർ ഇൻഡിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ബൈക്കിൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുക. 2014 ഓട്ടോ എക്സ്പോയിൽ കണ്ട CS400ൻ്റെ സെയിം ലുക്ക് തന്നെയാക്കിയിട്ടുണ്ട് ബൈക്ക് ഇപ്പോൾ 2 കളറിലാണ് ഇറങ്ങുന്നത്. ഓരോരോ ഗ്രീൻ എന്ന് പറഞ്ഞ കളറും വൈൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ. ബ്ലാക്കിനേക്കാളും കുറച്ചും കൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതും കുറച്ചും കൂടി പുതുമ തോന്നിക്കുന്നതും ഞാനിപ്പോൾ ഓടിക്കുന്ന ഈ ഗ്രീൻ കളർ ബൈക്കാണ്. ഇപ്പോൾ 2018 മാറ്റ് ബ്ലാക്ക് കളർ ഇറങ്ങിയതുകൊണ്ടായിരിക്കാം നമുക്കെല്ലാവർക്കും അങ്ങനെ ഒന്ന് തോന്നാൻ കാരണം. ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് നല്ല ക്രിസ്പാണ്. 2018 ഡോമിനാറിനേക്കാളും നല്ല ഫാസ്റ്ററാണ് ബൈക്ക്. നമുക്ക് ഓടിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവാൻ പറ്റും. ബാക്കിലെ ഡുവൽ ബാരൽ എക്സോസ്റ്റ് നല്ല ലൗഡാണ്, നല്ല ബേസുള്ള ശബ്ദമാണ്. ഹയർ RPMത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ബൈക്കിൻ്റെ കറക്റ്റ് ശബ്ദം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിടുക്കൻ ശബ്ദമാണ്. നമുക്കറിയാം ഇന്ന് കാറ്റഗറിയിലെ ഏറ്റവും പവർഫുൾ ബൈക്കായിരുന്നു ഡോമിനാർ. ഇപ്പോൾ ബജാജ് ബൈക്കിന് കുറച്ചും കൂടി പവർ കൊടുത്ത് ഈ സെഗ്മെൻറ്റിൽ ഈ ബൈക്കിന് കോമ്പറ്റീഷനേ ഇല്ലാത്ത രീതിയിലാക്കിയേക്കാണ്. ബൈക്കിൻ്റെ മാക്സിമം പവർ 8650 RPMത്തിൽ 40 PS ആണ്. മാക്സിമം പവർ വരുന്നത് ഇപ്പോൾ കുറച്ച് ലേറ്റർ RPMത്തിലാണ്. മാക്സിമം ടോർക്ക് വരുന്നത് 7000 RPMൽ 35 Nm. ബൈക്കിൻ്റെ എഞ്ചിൻ വരുന്നത് 373cc ലിക്വിഡ് കൂൾഡ് 4 വാൽവ് ട്രിപ്പിൾ സ്പാർക്ക് DOHC എഞ്ചിനാണ് വരുന്നത്. ഡൂക്ക് 390 പോലെ തന്നെ DOHC സെറ്റപ്പിൽ തന്നെയാണ് എത്തുന്നത്. പവർ ഔട്ട്പുട്ട് ഇപ്പോൾ ഏകദേശം 390യുടെ അത്രയും തന്നെ എത്തുന്നുണ്ടെങ്കിലും 390 പോലെ ഒരു അക്രമ സ്പോർട്സ് ബൈക്ക് അല്ല ഡോമിനാർ. എന്താ പറയുക, സ്പോർട്ടിനെസ് പ്ലസ് സ്പോർട്സ് ക്രൂസിങ് അതാണ് ഡോമിനാർ. അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസ്, അത്യാവശ്യം നല്ല സ്പീഡിൽ കംഫോർട്ടബിളായിട്ട് ക്രൂസ് ചെയ്യാൻ ഒക്കെ പറ്റിയൊരു മെഷീനാണിത്. പിന്നെ ഫ്രണ്ടിലത്തെ USD ഫോർക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഹൈ സ്പീഡ് ടേൺസിൽ കാര്യങ്ങളൊക്കെ നല്ല കോൺഫിഡൻസ് ഉണ്ട് റൈഡർക്ക്. അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ പണ്ടത്തേക്കാളും കുറച്ചും കൂടി ഹെവി ആയതുകൊണ്ട് തന്നെ റൈഡർക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ KTM ബൈക്കിലും ഉള്ള പോലത്തെ 43 mm സസ്പെൻഷൻ തന്നെയാണ് ഡോമിനാറിനുള്ളത് ഫ്രണ്ടിൽ. ബാക്കിലെ സസ്പെൻഷൻ പണ്ടത്തേക്കാളും നല്ല സോഫ്റ്ററാണ്. ഇപ്പോൾ ബൈക്ക് ഓടിക്കാൻ നല്ല കംഫോർട്ടബിളാണ്. ബൈക്കിൻ്റെ ഓവറോൾ വിത്ത് ഇപ്പോൾ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഹാൻഡിൽ ബാർ ആയാലും സൈഡിലത്തെ വെയിറ്റ് ആയാലും എല്ലാം നല്ല വീതിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ ഒട്ടും തന്നെ ഇല്ല ബൈക്കിനിപ്പോൾ. പഴയ ഹാൻഡിൽ ബാറിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റുള്ള ഹാൻഡിൽ ബാറാണ്. അത്യാവശ്യം നല്ല പൊക്കമുള്ള ആൾക്കാർക്കൊക്കെ നല്ല കംഫോർട്ടബിളായിട്ട് തന്നെ വണ്ടിയിലിരിക്കാം. പഴയ ഹാൻഡിൽ ബാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൊക്കമുള്ള ആൾക്കാർക്ക് ആഫ്റ്റർ മാർക്കറ്റ് റൈസർ കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ചും കൂടി ഒന്ന് ഹൈറ്റ് വരുത്തിയതായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ തന്നെ നല്ല കംഫോർട്ടബിളാണ്. ഇറ്റിലോ ഫുഡ് പെക്കിലോ ഹാൻഡിൽ ബാറിലോ ഒന്നും കാര്യമായ വൈബ്രേഷൻ ഒന്നുമില്ല. ഹൈ സ്പീഡിലൊക്കെ ഫ്ലിക്ക് ചെയ്യാൻ നല്ല കോൺഫിഡൻസ് തരുന്ന ബൈക്കാണ്.
0 to 100 എത്താനുള്ള സമയം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 7.1 സെക്കൻഡിൽ ബൈക്ക് 0 to 100 എത്തും. പഴയ വെർഷനിൽ 8.23 സെക്കൻഡ് ആയിരുന്നു വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡും കൂടിയിട്ടുണ്ട്. ബൈക്കിൻ്റെ ടോപ്പ് സ്പീഡ് ഇപ്പോൾ വരുന്നത് 156 km/h ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സർവീസിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയാം. ഫസ്റ്റ് സർവീസിൽ മെയിനായിട്ട് ഓയിൽ ചേഞ്ചിങ്, ഓയിൽ ഫിൽട്ടർ ചേഞ്ച്, ചെയിൻ ക്ലീനിങ്, ലൂബിങ്, ഇത്തരം കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ഫസ്റ്റ് സർവീസിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സർവീസിൻ്റെ റേറ്റ് വരുന്നത് 1400 to 1500 രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് സർവീസിൽ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മൈലേജിനെ പറ്റിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൈലേജ് ടെസ്റ്റ് ഒന്നും ഇപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൈലേജ് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2019 ഡോമിനാർ ഉപയോഗിക്കുന്ന ഓണേഴ്സിൻ്റെ എന്നൊരു ഫീഡ്ബാക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മൈലേജിൻ്റെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ്റെ ഒക്കെ ഒരു ഫോട്ടോസ് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അവർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുവഴി ഒരു ആവറേജ് ആ ഒരു ഫ്യൂൽ കൺസപ്ഷനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അവർക്ക് എല്ലാവരുടെ ഒരു കോമൺ ഒപ്പീനിയനാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലരുടെ അടുത്തുനിന്നും ചോദിച്ചതെന്ന് എനിക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് സിറ്റി റൈഡിൽ ഒരു 28 റേഞ്ചിലാണ് മൈലേജ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈവേയിലൊക്കെ അത്യാവശ്യം ഒരു എക്കോണമി റേഞ്ചിലൊക്കെ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ഒരു 30 to 35 റേഞ്ചിൽ വരെ മൈലേജ് കിട്ടാമെന്നാണ് ചോദിച്ചവരിൽ നിന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് FI ബൈക്കിൽ ഒരു മിനിമം എമൗണ്ട് പെട്രോൾ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം. ഡോമിനാറിലല്ല, ഏത് FI വണ്ടിയാണെങ്കിലും ഒരു മിനിമം ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ ഒരു കട്ട പെട്രോൾ എന്തായാലും കീപ്പ് ചെയ്ത് വേണം വണ്ടി ഓടിക്കാൻ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു കാർബറേറ്റർ ബൈക്കിൽ പെട്രോൾ ഇറങ്ങി ചെല്ലുന്നത് ഗ്രാവിറ്റിയുടെ സഹായത്തോടെയാണ് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത്. നേരെ മറിച്ച് ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ബൈക്കിലാണെങ്കിൽ ഒരു ഫ്യൂവൽ പമ്പ് ഉപയോഗിച്ച് ഫ്യൂവൽ പമ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് സാധനം ആയാലും കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ ചൂടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പമ്പ് മുങ്ങിക്കിടക്കുന്ന ഈ പെട്രോൾ ഒരു ഹീറ്റ് സിങ്ക് ആയിട്ട് ആക്ട് ചെയ്ത് ഈ നമ്മുടെ പമ്പിനെയും മോട്ടറിനെയും കൂളാക്കിക്കൊണ്ടിരിക്കും. മാത്രമല്ല, പമ്പ് മുങ്ങിക്കിടന്നാൽ മാത്രമാണ് ഫ്യൂവൽ ലൈനിലേക്ക് പമ്പ് ചെയ്യാൻ പാകത്തിന് ഫ്യൂവൽ പ്രഷർ പമ്പിന് കിട്ടുള്ളൂ. അങ്ങനെ നല്ലൊരു ഫ്യൂവൽ പ്രഷർ കിട്ടിയാൽ മാത്രമാണ് എൻജിൻ സ്മൂത്തായിട്ട് റൺ ചെയ്യുകയുള്ളൂ. അപ്പോൾ FI വണ്ടിയിൽ ഒരു മിനിമം പെട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാതെ ഓടിക്കുകയാണെങ്കിൽ പമ്പ് ചൂടായി കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ എൻജിൻ്റെ പെർഫോമൻസിനെയും അത് ശരിക്കും ബാധിക്കും. എല്ലാവരും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വണ്ടി ഓടിക്കുക. പിന്നെ ആരും 1 ലിറ്റർ പെട്രോൾ മാത്രം വെച്ച് FI വണ്ടിയുടെ മൈലേജ് ഒന്നും ചെക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ ബൈക്കിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന ഒരു ഫിനാൻസ് സ്കീമിനെ പറ്റി പറയാം. ബൈക്കിൻ്റെ ഏറ്റവും മിനിമം ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഒരു 41,000 രൂപയ്ക്ക് നമുക്ക് ഡോമിനാർ ഇറക്കാവുന്നതാണ്. മാസം EMI വരുന്നത് 6,300 രൂപയാണ് EMI വരുന്നത് 35 മാസത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പുള്ളീനെ വിളിച്ച് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണ്ട കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഡോമിനാറിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു റൈഡ് റിവ്യൂ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എനിക്ക് പുതിയ ബൈക്കൊക്കെ ഇറങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും റൈഡ് സേഫ്.